കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. നഴ്സറി ക്ലാസ്സിലേക്ക് കടലാസ് കത്തിച്ചിട്ടു. കുട്ടികളുടെ പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും കത്തിനശിച്ചു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഈ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാനായിട്ടുണ്ടോ? ഇതാദ്യമായിട്ടാണോ ഇവരുടെ ശല്യം ഉണ്ടാകുന്നത്? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത്? ഗോപീസൻ നമ്മളിപ്പോൾ ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. എന്നാലും സ്കൂൾ അധികൃതർ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവം, അതായത് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ MDMA അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം പോലുള്ള ഉപയോഗം, അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ തന്നെയുണ്ട് ആ ഭാഗത്തേക്ക്, ഈ കത്തിയ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് പോവാം. അവിടെ പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം നടന്നതെന്നാണ് അധ്യാപകരും പറയുന്നത്. ഈ ഭാഗത്ത് ജനലിന്, അതായത് ഈ ക്ലാസ് റൂമിൻ്റെ ഭാഗത്തെ ജനലിന് ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല. കുട്ടികളൊക്കെ പഠിക്കുന്ന സമയമാണ്. ഈ ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല. ഈ സമയത്താണ് രാത്രി ഈ സാമൂഹ്യ വിരുദ്ധർ ഇവിടേക്ക് കടലാസ് കത്തിച്ചിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ അധ്യാപകർ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റ് അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഭയാനകമായ സംഭവം ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നു. കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അധ്യാപകർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ടീച്ചറെ ഇന്നലെ സംഭവിച്ചത്? ഇന്ന് രാവിലെ സ്കൂളിൽ ടീച്ചേഴ്സ് എത്തിയ സമയത്ത് അവർ കുട്ടികളെ ക്ലാസ്സിനകത്തേക്ക് കയറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ തീയിട്ടതായിട്ട് കാണുന്നുണ്ട്. തീയിട്ടത് മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങൾ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബെഞ്ചിൻ്റെ ഒരു ഭാഗം തന്നെ അതിനടിയിൽ കരിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ക്രയോൺസ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്ന മക്കളാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്രയോൺസ് എല്ലാം നശിപ്പിച്ചതായിട്ട്, എടുത്തുകൊണ്ട് പോയതായിട്ട് കാണുന്നുണ്ട്. ക്രയോൺസ് ഒന്നും ഇവിടെ ഇപ്പോൾ കാണാനില്ല. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് ഇട്ടിട്ടുണ്ട് നിലത്ത്. കൂടാതെ ഈ പുസ്തകങ്ങൾ ഒരുപാട് തീ കത്തിച്ചിട്ട് തന്നെ നശിപ്പിച്ചതായിട്ടും കാണുന്നുണ്ട്. ഇത് സമാനമായ സംഭവം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഈ സാമൂഹ്യ വിരുദ്ധരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ സ്കൂൾ തുറക്കുന്ന കുറച്ച് ദിവസം മുന്നേ എല്ലാ സ്കൂളിൻ്റെ എല്ലാ ഏരിയയിലും ക്ലീൻ ആക്കുന്ന സമയത്ത് രാവിലെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ സാധിച്ചത് സ്കൂളിൻ്റെ ക്ലാസ് മുറിയുടെ ഗ്രിൽസ് പൊളിച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ ഗ്രില്ലിൻ്റെ പൂട്ട് തകർത്തിട്ടുണ്ട്. ആ സമയത്തും കുട്ടികൾ ചെറിയ മക്കളായതുകൊണ്ട് അവർ കിടന്നുറങ്ങുന്ന പായമുണ്ട്, അതുമൊക്കെ വാരി വലിച്ചിട്ട് അതിനകത്ത് കിടന്നുറങ്ങിയ രീതിയിലാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ബെഞ്ചിൻ്റെ മുകളിൽ പായ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മൾ പരാതിയൊക്കെ കൊടുത്തു. അതുപോലെ പിന്നീട് നമ്മൾ തന്നെയാണത് ഗ്രില്ലൊക്കെ ശരിയാക്കി വെച്ചത്. ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണോ? അടുത്ത ഗ്രൗണ്ടാണ്, ഈ ക്ലാസ് റൂമിലേക്ക് എത്തിപ്പെടാൻ സൗകര്യമാണ്. ഗ്രൗണ്ട് ഓപ്പൺ ഗ്രൗണ്ടാണ്, കുറച്ച് ഭാഗം മതിലൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെയാണോ ഇതിനകത്തേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിലാണ് നമ്മൾ ഇതിനെല്ലാം കുറേ വർക്കുകൾ ചെയ്തു. ഇതിന് മുമ്പ് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ മാനേജർ മുൻകൈ എടുത്തിട്ട് നമ്മുടെ ഇതിന് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് ഡോറ് ഇതില്ല, അതായത് ഇതിലൂടെയാണ് തീ ഉള്ളിലേക്ക് ഇട്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലൂടെ വരാൻ സാധ്യതയില്ല. സാമൂഹ്യ എതിരുകൾക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുകൂടി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിലൂടെ വന്നിട്ട് ഈ ജനലിൻ്റെ ഈ ഗ്രില്ലിലൂടെ ഉള്ളിൽ ക്ലാസ് മുറിയിലുള്ള പഠനോപകരണങ്ങളൊക്കെ തീ വെച്ച് നശിപ്പിച്ച നിലയിലാണ് നമ്മൾ കണ്ടെത്തിയത്. അതേപോലെ തന്നെ കുറേ കുട്ടികളുടെ പഠനോപകരണങ്ങളുണ്ടായിരുന്നു. ടീച്ചിങ് എയ്ഡ്സ്, അതുപോലെ തന്നെ പിന്നെ ക്രയോൺസ്, ഇതെല്ലാം വാരി കൊണ്ടുപോയി അവർ. ഇപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് രാവിലെ മുഴുവനും കത്തി നശിപ്പിച്ച രീതിയിലാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് കഴിഞ്ഞ മാസം ഇതുപോലെ സമാന സംഭവങ്ങളുണ്ടായിട്ട് ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസർ വന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊരു ശമനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പോലീസ് പരാതി നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ പോലീസിൽ പരാതിപ്പെടാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. ഏതായാലും വളരെ പെട്ടെന്ന് അത് ചെയ്യും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗോപീഷൻ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബോവിക്കാനം AUP സ്കൂളിൻ്റെ മറ്റ് ക്ലാസ് റൂമുകളൊക്കെ തന്നെ ഇതിൻ്റെ താഴ്വശത്താണ്. ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിലാണ് ഈ നഴ്സറി ക്ലാസ്, ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്താണ് ഈ നഴ്സറി ക്ലാസ് ഉള്ളത്. ഈ ക്ലാസ്സിലാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഉണ്ടായത്. എന്തായാലും സ്കൂൾ അധികൃതരും മാനേജ്മെൻറ്റൊക്കെ ഈ പോലീസിൽ പരാതിപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ഈ ഗ്ലാസ് ഇല്ല എന്നുള്ളതാണ്, ഈ ജനലിന് ഗ്ലാസ് ഇല്ല എന്നുള്ളതാണ്. ആ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനകത്തേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനും ഈ തീയൊക്കെ കത്തിച്ച് ഇതിനകത്തേക്ക് എറിയാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഗോപീഷൻ, അരുൺ, ഈ
ഇവർ ഈ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുന്ന ഈ സംഘത്തെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? ഇത് ആരാണ് എന്ന് ഇവർക്ക് തിരിച്ചറിയാനോ ഒക്കെ പറ്റുന്ന സാഹചര്യമുണ്ടോ? CCTV ക്യാമറകളോ എന്തെങ്കിലും ഉണ്ടോ? ഗോപീഷൻ, ഈ CCTV ക്യാമറകൾ ഈ ഭാഗത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധ്യാപകരോടും ആ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ ഈ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ മറ്റ് പ്രദേശങ്ങളിലൊന്നും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എളുപ്പത്തിൽ നമുക്ക് ആ പുറത്തേക്കൊന്ന് ദൃശ്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ, പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഈ സ്കൂളിനകത്തേക്ക്, അതായത് ഈ നഴ്സറി ക്ലാസ്സിനകത്തേക്ക് ഈ സാമൂഹ്യ വിരുദ്ധർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പുറത്ത് മതില് ആ ഒരു ഭാഗത്ത് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ ഒരു വിശാലമായ പറമ്പാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ സ്കൂളിനകത്തേക്ക് എത്തിപ്പെടാനും മറ്റാരുടെയും സഹായമില്ലാതെ അവർക്ക് ഈ മദ്യം മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ പ്രദേശത്ത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് അവർക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് അവർക്ക് സ്വസ്ഥമായി ഇരിക്കാനോ വിഹരിക്കാനോ കഴിയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്തായാലും സ്കൂൾ അധികൃതർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള നടപടികൾ ഉണ്ടാവാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെന്റും ഒക്കെ പറയുന്നത്. എന്തായാലും പോലീസിൽ ഉടൻ തന്നെ പരാതി നൽകും. ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ഗോപികൃഷ്ണൻ. അരുൺ, ഈ പകല് വരുമ്പോഴാണോ ഇവർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയുന്നത്? അതെ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നതായിട്ട് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ന് രാവിലെ എത്തി ഈ നഴ്സറിയിലേക്ക് അധ്യാപിക എത്തിയപ്പോഴായിരുന്നു, വാതിൽ തുറന്ന് നോക്കിയപ്പോഴായിരുന്നു നമുക്ക് കാണുന്ന ആ ജനലിന് അകത്തേക്ക് കൂടി ഈ കടലാസ് കത്തിച്ച് എറിഞ്ഞ് അവിടെ ആ ബെഞ്ചിലുണ്ടായിരുന്ന കുട്ടികളുടെ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ കളിക്കോപ്പുകളും ഒക്കെ, നഴ്സറി ക്ലാസ്സാണ്, ഇതൊക്കെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം അധ്യാപികയ്ക്ക് കാണാൻ സാധിച്ചത്. ഉടൻ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ വിവരം അറിയിച്ചു. അവരെത്തി ഈ ഭാഗമൊക്കെ, കുട്ടികൾക്ക് ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, കുട്ടികളൊക്കെ തന്നെ എത്തി, നിരവധി കുട്ടികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന്, ഈ ക്ലാസ്സിനുള്ളിൽ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുത്തു. ആ കത്തിച്ച സാധനങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് നിലവിൽ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് അധ്യാപകരും പറയുന്നത്. ഇനി കൂടുതൽ അന്വേഷണം വേണം, ഇതാരാണ് ചെയ്യുന്നത് എന്നുള്ള അന്വേഷണം വേണം. എന്തായാലും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടത്തിയത്. അതായത് ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയതെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും പോലീസ് കൃത്യമായൊരു അന്വേഷണം നടത്തണം, കുറ്റക്കാർ ആരാണെങ്കിലും കണ്ടെത്തണം. ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചതുമാണ്. പക്ഷെ എന്നിട്ടും വേണ്ട രീതിയിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടില്ലായിരുന്നുവല്ലോ. നഴ്സറി ക്ലാസ്സുകളിലേക്ക് കടലാസ് കത്തിച്ചിട്ടിരിക്കുന്നു. കുട്ടികളുടെ ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇടമാണ്. അവിടെ പാഠപുസ്തകങ്ങളും അവരുടെ പഠനോപകരണങ്ങളും ഒക്കെ കത്തി നശിച്ച നിലയിലാണ് ഉള്ളത്. അരുൺ പാറക്കൽ, ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെ തുടർന്ന് ഉടൻ തന്നെ ഇപ്പോൾ പ്രധാന അധ്യാപകരൊക്കെ പറയുന്നത് വളരെ വേഗം തന്നെ പോലീസിനെ അറിയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അവിടെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാസർഗോഡ് നിന്നാണ് അരുൺ പാറക്കൽ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.